ഷോപ്പിങ്ങിന് പോകാൻ ക്യാഷ് വേണം. എത്ര വേണ്ടി വരും മോളെ? ഇത്ര പോലെ ഒരു 75,000 വേണോ അച്ഛാ? ഇന്നലെ നീ പറഞ്ഞത് 50 എന്നല്ലേ? റിസപ്ഷൻ ഗൗണൊക്കെ നല്ല വിലയുള്ളതാ. ഒരു പ്രാവശ്യം ഇടാൻ വേണ്ടി എന്തിനാ ഇത്രയും പൈസ കളയുന്നത്? വാടകയ്ക്ക് എടുക്ക്. എനിക്കതൊന്നും പറ്റില്ല. വിനു പറഞ്ഞല്ലോ ഇതൊക്കെയാണ് ട്രെൻഡ് എന്ന്. അച്ഛൻ പറഞ്ഞ് ഇപ്പൊ തന്നെ ഒരുപാട് എക്സ്പെൻസ് ആയി. ഇതാണോ എക്സ്പെൻസ്? ഇനി കിടക്കുന്നതേ ഉള്ളൂ നമ്മുടെ പ്രീ വെഡിങ് ഷൂട്ട്, സേവ് ദ ഡേറ്റ്, നമ്മളെ രണ്ടുപേരെയും വെച്ചിട്ട് ഒരു ഷോർട്ട് ഫിലിം, ഈ മാരേജ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് അത് നമുക്ക് നമ്മുടെ സംഗീതത്തിൽ കാണിക്കാം. സംഗീത്, ഹൽദി, പിന്നെ കല്യാണത്തിന് മുമ്പ് ഒരു റിസപ്ഷൻ, കല്യാണത്തിന് ശേഷം ഒരു റിസപ്ഷൻ, കല്യാണത്തിന് വരാൻ പറ്റാത്ത എൻ്റെ ഫ്രണ്ട്സിനും നിന്റെ ഫ്രണ്ട്സിനും സെപ്പറേറ്റ് ആയിട്ട് ഒരു റിസപ്ഷൻ. അങ്ങനെ ഇനി എന്തെല്ലാം കിടക്കുന്നു. സേവിങ്സ് ഒക്കെ തീരാറായി. ചേട്ടാ, എന്നാ പിന്നെ നമുക്ക് ചെലവ് ചെയ്തുക്കാം. അഡ്വാൻസ് ഒക്കെ കൊടുത്തെടുത്ത് ബാക്കി കൊടുക്കാൻ കിടക്കുമല്ലേ? അഡ്വാൻസ് കൊടുത്തിട്ട് ബാക്കി കൊടുക്കാതിരുന്ന കൊടുത്തതും കൂടി പോവും. അവളുടെ സന്തോഷമല്ലേ നമുക്ക് വലുത്. അവള് സന്തോഷത്തോടു കൂടി ഇവിടുന്ന് പോണം. എന്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും കല്യാണത്തിന് ഡാൻസ് കളിക്കണമെന്നാ പറയുന്നത്. അവർക്ക് എല്ലാവർക്കും ഒരേപോലത്തെ ഡ്രസ്സ് എടുത്തു കൊടുക്കണം. അതൊന്നും വേണ്ട, ഇപ്പൊ തന്നെ ഇത് കൂടുതലാണ്. എന്തൊക്കെയാ അമ്മ ഈ പറയണേ? എന്റെ ജീവിതത്തിലെ വലിയൊരു ദിവസം ഇത്. അങ്ങനെ പിശുക്കി ചെയ്യാനൊന്നും പറ്റില്ല. അങ്ങനെയാണെങ്കിൽ രജിസ്റ്റർ ഓഫീസിൽ പോയി ഒപ്പിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഹാരോ മാറ്റി കുറച്ച് പരിപാടിയും ചായം കൊടുത്ത് പിരിഞ്ഞാ പോരെ. ഞാനേ എന്റെ ചേട്ടനോട് ചോദിക്കട്ടെ കുറച്ച് പൈസ. ഞാൻ അവനോട് ചോദിച്ചടി, ഇന്ന് വൈകുന്നേരം പറ്റുമെങ്കിൽ ശരിയാക്കാന്നാ അവൻ പറഞ്ഞിട്ടുള്ളത്. 4 മണിക്ക് വിളിക്കാൻ പറഞ്ഞ 3:85 അവൻ ഫോൺ ഓഫ് ചെയ്ത് വെച്ചു. അച്ഛാ, സ്വർണ്ണക്കട വരെ ഒന്ന് പോണം. മോളെ, നമ്മള് സ്വർണ്ണമെല്ലാം എടുത്ത് കഴിഞ്ഞതല്ലേ? ഒരു മാല ശരിയായില്ല, അത് മാറ്റിയെടുക്കണം അച്ഛാ. ഇനിയും പണിക്കൂലിയൊക്കെ കൊടുത്ത് അത് മാറ്റണം. എല്ലാരും കല്യാണം ഇങ്ങനെ ആർഭാടായിട്ട് നടത്തുന്നത് അവർക്ക് പൈസ ഉണ്ടായിട്ടല്ല, അവർ ഒപ്പിച്ചൊക്കെ തന്നെയാ നടത്തണേ. നമ്മുടെ കയ്യിലുള്ള പണവും തീർന്നു, കടം വാങ്ങിച്ച പണവും തീർന്നുകൊണ്ടിരിക്കുക. ഇനി കല്യാണവും നടത്തണ്ടേ? ഒരാളുടെ കയ്യിൽ നിന്നും കടം വാങ്ങാത്ത നിന്റെ അച്ഛൻ ഇന്ന് കടക്കാരനായി. ഇതൊന്നും നിനക്കറിയണ്ടല്ലോ.